ഹായ് ഹലോ. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഫഹദാണ്. അപ്പോൾ സാറിനെ പറ്റി പറയുമ്പോൾ ഫേമസ് ഡോക്ടറാണ്, ഇന്ത്യയിലെ ഫേമസ് ഓഫ് റോഡറാണ്, RFC വിന്നറാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ നിൽക്കുന്നത് ഒരു വലിയ വൈറൽ വീഡിയോയുടെ ഭാഗമായിട്ടാണ്. അതായത് ടാറ്റയുടെ ഹാരിയർ EVൻ്റെ ഏറ്റവും പുതിയ അഡ്വർടൈസ്മെൻറ്റ് നമ്മുടെ കേരളത്തിലെ എലിഫൻറ്റ് റോക്കിൽ ക്ലൈംബ് ചെയ്ത് കയറ്റി ഡ്രൈവ് ചെയ്തത് നമ്മുടെ ഫഹദ് സാറാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. സോ വെൽക്കം ആൻഡ് താങ്ക് യു, കൺഗ്രാജുലേഷൻസ് താങ്ക് യു. ഫോർ അച്ചീവ്മെൻറ്റ്. സോ ആദ്യമായിട്ട് സാർ എങ്ങനെയാണ് ഈ ഒരു ഓഫ് റോഡ് പാഷൻ, പ്രൊഫഷണലി സാർ ഒരു ഡോക്ടറാണ്, അപ്പോൾ ഈ ഒരു ഓഫ് റോഡ് പാഷൻ ഇതിലേക്ക് എങ്ങനെയാണ്? ഈ ഫേമസ് എന്നുള്ള സാധനം ഡോക്ടറായിട്ടല്ല, ഞാൻ ഫേമസ് ആയ രീതിയിലാണ്. ഡോക്ടറാണ് എൻ്റെ പ്രൊഫഷൻ. ഞാൻ കൊണ്ടു നടക്കുന്നില്ല, ഞാൻ പീഡിയാട്രീഷ്യനാണ്. ഓക്കെ. അത് ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പോകുന്നു. എൻ്റെ പാഷൻ്റെ ഭാഗമായിട്ട് പോകുന്നു. ഓക്കെ. ഓഫ് റോഡിങ്ങിലേക്ക് വരാൻ കാരണം ഉം. നമ്മൾ ഈ കയറി വന്ന റോഡ് പോലത്തെ റോഡാണ് എൻ്റെ നാട്ടിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. ഓക്കെ. ഓക്കെ. മണ്ണ് വഴികളായിരുന്നു, ടാർമാക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ആ റോട്ടിൽ കൂടെ ഉം. ആണ് ഞങ്ങളുടെ സ്കൂൾ ഡേയ്സിലുള്ള കമ്മ്യൂട്ടിങ് ഫുള്ള്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ജീപ്പ് ഉണ്ടായിരുന്നു. ജീപ്പിൽ ഞങ്ങൾ ഡ്രൈവറെ വെച്ച് പാപ്പൊക്കെ ആ. ഞങ്ങൾ 4 മക്കളുണ്ടാവും. 4 പേരെയും ഒരുമിച്ച് സ്കൂളിൽ കൊണ്ടുവിടലായിരുന്നു അന്നത്തെ പരിപാടി. ഓക്കെ. ഓക്കെ. അപ്പോൾ ആ ജീപ്പുകളിൽ കൂടെയാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നതും ഞാൻ ആ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിച്ചു പോകുന്നതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. പക്ഷേ എൻ്റെ വീട്ടിൽ എന്നും 2 വീൽ ഡ്രൈവ് ജീപ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്നത്തെ ഡ്രൈവേഴ്സിൻ്റെ സ്കില്ല് വെച്ചിട്ടാണ് അവരത് കയറ്റിക്കൊണ്ടിരുന്നത്. ആ. പിന്നെ അതല്ലെങ്കിൽ കല്ലൊക്കെ ഇട്ട് കൊടുത്ത് പാക്ക് ചെയ്ത്, പണിക്കാരൊക്കെ ഉണ്ടാവും, അവർക്ക് പാക്ക് അന്നത്തെ ചെയ്തിട്ടൊക്കെയാണ്. റോഡ് ഭയങ്കര ഇപ്പോഴത്തെ കാലം നല്ല മോശമായിരുന്നു. ഇപ്പോൾ വീട് വരെ, ഇപ്പോൾ ഞങ്ങളുടെ തറവാട് വരെ നല്ല റബ്ബറൈസ്ഡ് റോഡാണ് റോഡ്. അതിൻ്റെ മുമ്പിൽ. ഓക്കെ. അപ്പം അന്നത്തെ സിറ്റുവേഷനിൽ നിന്നാണ്, അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ചിലപ്പോൾ ആദ്യത്തെ ഞാൻ പഠിച്ചിരിക്കുന്നത് അതിൻ്റെതായിരിക്കാം. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതൊക്കെ അവിടെയാണ്. ഓക്കെ. പിന്നെ ഞാനിത് വണ്ടി കയ്യിൽ കിട്ടാതെ ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഇത് വണ്ടി കയ്യിൽ കിട്ടാതെ പോണ ഒരു സിറ്റുവേഷനിൽ നിന്ന് വണ്ടീനെ തിരിച്ചു കൊണ്ടുവരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു അഡ്വഞ്ചർ, ആ ഒരു മൂഡിൽ നമ്മൾ ടെൻസ്ഡ് ആയി പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിന്ന് വണ്ടി ഇങ്ങനെ ഒലിച്ചു പോവുകയാണെങ്കിൽ ആ ലെവലിൽ നിന്ന് എങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നത് പഠിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ, ഇപ്പം ഞാൻ കയറി വന്നപ്പോഴും വണ്ടി ഒലിച്ചു പോകുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് ലൈൻ മാറ്റാൻ. അപ്പോൾ എനിക്ക് ആ ലൈനിൽ കൂടെ തന്നെ പോകാനാണ് ഇഷ്ടം. അതിലെങ്ങനെ മാനേജ് ചെയ്യണം. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫുൾ ഡ്രൈവ്. എന്നെ ഡ്രൈവ് ചെയ്ത സാധനം അതാണ്. പിന്നെ ഓഫ് റോഡിങ്ങിലേക്ക് വന്ന് 2013 ഒരു താറ് വാങ്ങിയിട്ടാണ് പയ്യെ ഫൺ ഡ്രൈവിനൊക്കെ കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി തുടങ്ങി. പിന്നെ 2015 മുതൽ കോമ്പറ്റീഷൻ ഇറങ്ങി തുടങ്ങി. കോമ്പറ്റീഷൻ ഇറങ്ങിയപ്പോൾ മുതൽ ഞാൻ വലിയ തോൽവിയാണ്. കാരണം എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് തവണ ഹ്യൂമിലിയേറ്റഡ് ആയിട്ടുണ്ട്. 2019 വരെ തോറ്റുകൊണ്ടേയിരുന്നു. ആ ഒരു 10-60 ഇവന്റ് 70 ഇവന്റ് ഒക്കെ ഓടിച്ചിട്ട് ഞാൻ ജയിച്ചിട്ടുള്ളത് ആകെ 3 എണ്ണത്തിലാണ് പോഡിയം കയറിയിട്ടുള്ളൂ. അതിൽ ഒന്നിൽ നല്ല ഒരു ടീമിന്റെ കൂടെ കയറാൻ പറ്റി. ജഗത് നഞ്ചപ്പ എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ റാലി, അന്നത്തെ അല്ല ഇന്നും ആളൊരു ലെജൻഡാണ്. അയാളുടെ കൂടെ പോഡിയം ഷെയർ ചെയ്യാൻ പറ്റി ഒരു തവണ. പിന്നെ ഒരു ഇവന്റിൽ എൻ്റെ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ കൊണ്ട് മാത്രം ഞാൻ ജയിച്ചത്. അതായത് വലിയ കുഴികളുള്ള തിരൂർ ഒരു ട്രാക്കിൽ ആ ഒരൊറ്റ ട്രാക്ക് എൻ്റെ വണ്ടി മാത്രമേ ഫിനിഷ് ചെയ്തുള്ളൂ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഞാൻ തന്നെ ആയിരിക്കും ചാമ്പ്യൻ. പിന്നെ ബാക്കി 3 ട്രാക്ക് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി 2 ട്രാക്ക് നോക്കിയിട്ടാണ് സെക്കൻഡ് റണ്ണറപ്പിനെയും തേർഡ് റണ്ണറപ്പിനെയും തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഇവന്റ് ജയിച്ചു. പിന്നെ ഒരു ചെറിയൊരു ഇവന്റ്, അങ്ങനെ 3 എണ്ണം മാത്രമേ ജയിച്ചുള്ളൂ. പക്ഷെ ഞാൻ അതുകൊണ്ട് ആ ഒരു 4 വർഷം തോറ്റ് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പഠിച്ചു വെച്ചു. 2020 ആയപ്പോൾ ഞാനൊരു CJ500 ജീപ്പ് വാങ്ങിച്ചു, ലൈറ്റ് വെയിറ്റ് വണ്ടി. പിന്നെ അതുകൊണ്ട് ഞാൻ പഠിച്ചു എൻ്റെ പ്രശ്നങ്ങളെല്ലാം. അതുകൊണ്ട് ഞാൻ ഇതുവരെ വളരെ 1-2 ചിലപ്പോൾ 5 തോറ്റിട്ടുണ്ടാവും, ട്രോഫി വാങ്ങിക്കാതെ വന്നത്. പിന്നെ റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് എൻ്റെ ഡ്രീമായിരുന്നു. ഒരു മലയാളിയായ കോട്ടയംകാരൻ ഷെമി മുസ്തഫ എന്ന് പറഞ്ഞൊരു പുള്ളി, അങ്ങേര് എൻ്റെ സ്കില്ല് കണ്ട് എന്നോട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. എനിക്കൊരു വണ്ടി ബിൽഡ് ചെയ്തു തന്നു. പുള്ളി ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ ഓണറാണ്, ഗൾഫേഴ്സ് എന്ന് പറഞ്ഞ ഷിപ്പിംഗ് കമ്പനി. എൻ്റെ ഫസ്റ്റ് സ്പോൺസർഷിപ്പ് പുള്ളിയുടെ കയ്യിൽ നിന്നാണ്. സത്യം പറഞ്ഞാൽ പുള്ളി ഇല്ലെങ്കിൽ ഞാൻ ഈ പരിപാടിയിലൊന്നും ഇല്ല. കാരണം RFC ഓടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് പരിപാടി. ഒരു വണ്ടി ഉണ്ടാക്കാൻ തന്നെ 10-60 ലക്ഷം രൂപ വേണം. അത് പുള്ളി എനിക്ക് ഉണ്ടാക്കി തന്നു. അത് വെച്ച് ഞാൻ 3 വർഷം 4 വർഷം RFC ഞാൻ ഓടിച്ചു. പിന്നെ ഫുള്ളി സ്പോൺസേർഡ് ആയിട്ട് പുള്ളി തന്നെ കൊണ്ടുപോയത്. 4ാമത്തെ വർഷം പുള്ളി ഉണ്ടായില്ല. പുള്ളിയുടെ ബിസിനസ്സൊക്കെ ആയിട്ട് തിരക്കായിട്ട് പുള്ളി വന്നില്ല. 3ാമത്തെ വർഷം മുതൽ വന്നില്ല. അപ്പോൾ 3ഉം 4ഉം എന്നെ പുറത്തുള്ള സ്പോൺസർഷിപ്പുകളാണ് കൊണ്ടുവരുന്നത്. 4ാമത്തെ വർഷം ഞാൻ ഓടിയത് JSWയുടെ സ്പോൺസർഷിപ്പിലാണ്. പക്ഷെ പുള്ളി എനിക്ക് വണ്ടി തന്നായിരുന്നു. വണ്ടി ഇല്ലെങ്കിലും എനിക്ക് ഓടിക്കാൻ കഴിയില്ല. അത് പുള്ളി തന്ന വണ്ടി തന്നെ. അൾട്ടിമേറ്റ് ആള് എന്നെ സപ്പോർട്ട് ചെയ്തത് പുള്ളി തന്നെയാണ്. പിന്നെ ഈ അഡ്വഞ്ചറിനൊക്കെ ഫാമിലി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. പുറത്തുള്ള ആൾക്കാരുടെ അടുത്തൊന്നും, പുറത്തുള്ള നിയറസ്റ്റ് ഫാമിലി അല്ലാതെ വേറെ ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും വീട്ടിൽ നിന്നുള്ളവർ പിന്നെ എൻ്റെ പാഷനാണ്, ഉമ്മക്കായാലും വൈഫായാലും പാഷനാണ് എന്ന് പറഞ്ഞിട്ട് വിടും. പിന്നെ കുറേയൊക്കെ വഴക്ക് പറയും, എന്നാലും അവർ അതാണല്ലോ എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞവർ എന്നെ വിടും. അങ്ങനെയാണ് ഞാൻ ഈ ഓഫ് റോഡ് എന്ന് പറഞ്ഞ സ്പോർട്ടിലേക്ക് വരുന്നത്. അങ്ങനെ കുറെ ജയിച്ചു. അങ്ങനെ ടാറ്റയുടെ അഡ്വർടൈസ്മെന്റ് അതിലേക്ക് എങ്ങനെയാണ് സാർ ഈ ഫസ്റ്റ് ഇതിന്റെ ഒരു ഇൻവിറ്റേഷൻ ടാറ്റയിലേക്ക് വരുന്നത് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് വരുന്നത് ടാറ്റ ഈ ആഡ് ചെയ്യാൻ പല സ്ഥലങ്ങളും തപ്പിക്കൊണ്ടിരിക്കുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞാണ് അവരെനിക്ക് പറഞ്ഞു തന്നത്. അതായത് ആദ്യം ബാംഗ്ലൂർ ഒരു കനകപുര എന്ന് പറഞ്ഞ വലിയൊരു മല അവർ ചൂസ് ചെയ്തു. ആ മല ഇത്രയും സ്റ്റീപ്പല്ല. ഇപ്പം നമ്മുടെ
ഇത് 34 പറയുന്ന പോലെ വാഗമണിലെ ആ തങ്ങൾപ്പാറ അല്ലെങ്കിൽ ആ എലിഫന്റ് റോക്കിന്റെ അത്രയും സ്റ്റീപ്പ് അല്ല ആ മല. സ്റ്റീപ്പ് അല്ല. അപ്പോൾ അവർക്ക് അതൊരു അഡ്വഞ്ചർ ആയിട്ട് തോന്നിയില്ല. ഓ അവർ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ലൊക്കേഷൻ മാനേജേഴ്സ് ആണ് അവർക്ക് ആ ലൊക്കേഷൻ കൊടുത്തത്. ഓക്കെ പിന്നെ അവരത് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ അവർ കേരളത്തിൽ ഇത് സജസ്റ്റ് ചെയ്തു, വേറെ ലൊക്കേഷൻ ടീം. അങ്ങനെ അവർ ഇവിടെ വന്ന് കണ്ടു, അവർക്ക് ഇഷ്ടമായി. പെർമിഷൻസ് അന്വേഷിച്ചു. 2 മാസത്തോളം അവർ ഗവൺമെന്റ് പെർമിഷന് നോക്കിയിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞാണ് പെർമിഷൻ കിട്ടുന്നത്. ലോങ് പ്രോസസ്സാണ് ഇതിന്റെ അവർ നല്ല പാടുപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഒരു സ്റ്റൺ ഡ്രൈവറായിട്ട് വരുമെന്ന് വെച്ചിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പം അതായത് എങ്ങനെ ചോദിച്ചെന്ന് വെച്ചാൽ RFCയുടെ ഒഫീഷ്യൽസ് കൂഗർ മോട്ടോർ സ്പോർട്സ് എന്ന് പറഞ്ഞ ടീമാണ്. അവരാണ് ലാൻഡ് റോവറിന്റെ ഡിഫൻഡർ ഡ്രൈവും ഒക്കെ നടത്തുന്നത്. അതിലത്തെ ഒഫീഷ്യൽസിനോട് ചോദിച്ചപ്പോൾ അതിൽ ഒരാൾ ബാംഗ്ലൂരിലുള്ള സൗത്ത് ഇന്ത്യയിലുള്ള ഒരു ഒഫീഷ്യലിനോട് ചോദിച്ചു. അങ്ങനെയാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്, സിദ്ധു. പിന്നെ സിദ്ധു ഇത് ഡീൽ ചെയ്തത് ശരൺ എന്ന് പറഞ്ഞിട്ടൊരു എന്താണ് ഈ മീഡിയ ടീമിന്റെ ഒരു ഹെഡിനോടാണ്. ശരൺ RFC ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ശരൺ അറിയാം RFC എന്താണെന്നും RFCയുടെ വിന്നർ എന്ന് പറഞ്ഞാൽ അല്ലാതെ RFC ജയിച്ചു എന്നുള്ള പേരിൽ എനിക്ക് ഒരു തരത്തിലും ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല. ഇപ്പോൾ ലോകത്തുള്ള ടഫസ്റ്റ് മോട്ടോർ സ്പോർട്സിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇവന്റാണ് RFC. എന്റെ ഡ്രീം ഇവന്റ് ആയിരുന്നു, ഞാനത് ജയിച്ചതാണ്. പക്ഷെ എനിക്ക് ഒരു തരത്തിലും പബ്ലിസിറ്റി വന്നിട്ടില്ല. എനിക്ക് പബ്ലിസിറ്റി വന്നത് ടാറ്റയുടെ ഈ വണ്ടി മോളിൽ കയറ്റി എന്നുള്ള കാരണം കൊണ്ടാണ്. അപ്പം അങ്ങനെ അവരെന്നെ വിളിച്ചു, ടാറ്റ ചൂസ് ചെയ്തു. ടാറ്റ എന്നെ കുറിച്ച് അന്വേഷിച്ചു. ഒരു തേർഡ് പാർട്ടി ടീമിനെ പ്രൊഫൈൽ സ്റ്റഡി അല്ല, ഞാൻ ടാറ്റയ്ക്കെതിരെയോ ഇന്ത്യക്കെതിരെയോ പിന്നെ എന്താണ് എഗെയിൻസ്റ്റ് വിമൻ ഒക്കെ വലുതും ഞാൻ നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കി. അതായിരുന്നു അവർ പ്രൈമായിട്ട് നോക്കുക. അങ്ങനെ അത് നോക്കി. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഫുള്ള് ചെയ്ത് അങ്ങനെയാണ് ടാറ്റ എന്നെ ചൂസ് ചെയ്തത്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ലക്ക് എന്ന് പറയാം, എനിക്കൊരു ചാൻസ് കിട്ടി. എന്നെ പോലെ തന്നെ നല്ല ഡ്രൈവേഴ്സ് ഉണ്ട്, പക്ഷെ RFC വിന്നേഴ്സ് ഉണ്ടാവില്ല ഇവിടെ. എന്താണ് അപ്പം എനിക്കൊരു ചാൻസ് കിട്ടി. ഞാൻ ആ ചാൻസിൽ ഞാൻ ശ്രമിച്ചു, വണ്ടി കയറി. വണ്ടി ഈക്വലി എഫിഷ്യൻ്റ് ആണ്. അതായത് നമ്മൾ നോർമൽ ഒരു ആ സെഗ്മെന്റിലുള്ള ഒരു വണ്ടിയും കൊണ്ട് അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇത് കൊണ്ട് കയറാൻ വന്നില്ല ഈ സിറ്റുവേഷൻ. ഇത് അതുകൊണ്ട് കയറുകയാണെങ്കിൽ ആ വണ്ടിക്ക് അതൊരു കേക്ക് വാക്കാണ്. ഇപ്പൊ നോർമൽ റോഡിന് ഡ്രൈവ് ചെയ്യണ പോലെ ആ വണ്ടി കയറി വരും. അതായത് ഹരിയർ EV കയറി വരും. ഇന്നലെ ഞങ്ങൾക്ക് കൊച്ചിയിൽ മീറ്റിംഗ് ഉണ്ടായിരുന്ന സമയത്ത് ഈ വീഡിയോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ ആറും ഷെഡും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ലിറ്ററലി എല്ലാ GMസും ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഭയങ്കര ഒരു ഗൂസ് ബംസ് മോഡായിരുന്നു. ബിക്കോസ് ഞാനിപ്പോൾ 5 വർഷമായി ടാറ്റയുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടാറ്റ ഒരു ഇമോഷനാണ്. അപ്പോൾ ഹരിയർ EV കുറേ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് കേരളത്തിൽ വെച്ചിങ്ങനെ ഷൂട്ടിംഗ് നടക്കുന്നു. ആഡ് മലയാളത്തിൽ വരുന്നു. മലയാളി പ്രത്യേകിച്ച് മലപ്പുറം ഉള്ള ഒരാൾ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഡ്രൈവ് ചെയ്യുന്നു. നമ്മൾ മലപ്പുറം KVRനും അതൊരു ഭയങ്കര മൂവ്മെൻ്റാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് സാറിനെ കോൺടാക്ട്. ഓക്കെ, സോ ഹരിയർ സാർ ലോഞ്ചിലുണ്ടായിരുന്നു ഹാരിയറിൻ്റെ ഇതിൽ. അപ്പം ഹരിയർ EV എങ്ങനെയാണ് വണ്ടിയുടെ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ ലോഞ്ചിലും വണ്ടിയുടെ കാര്യങ്ങളൊന്നും അവർ ഔട്ട് ചെയ്തിട്ടില്ല. വണ്ടി ഓൾ വീൽ ഡ്രൈവ് ആണ്. ബാറ്ററി സ്പെസിഫിക്കേഷൻ, റേഞ്ച്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതായത് പബ്ലിക്കിന് അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. നോർമലി മറ്റ് ഈ മീഡിയക്കാര് മറ്റ് വണ്ടികളോട് എങ്ങനെയൊക്കെ കമ്പയർ ചെയ്യും എന്നുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. വണ്ടി ഓടിക്കുമ്പോൾ അറിയാം ഇനി അതിന്റെ അടുത്ത ഡ്രൈവുകൾ വരുന്നുണ്ട് 13th 14th. അപ്പൊ അറിയാം വണ്ടിയുടെ ബാക്കി ഫീച്ചേഴ്സ്. അവർ ഡിസ്ക്ലോസ് ചെയ്യാത്ത സ്ലഷിലൊക്കെ വണ്ടി എങ്ങനെ പെർഫോം ചെയ്യുന്ന ഡിസ്ക്ലോസ് ചെയ്യാത്ത കുറെ ഫീച്ചേഴ്സ് വണ്ടിക്കകത്ത്. So far you are impressed, അല്ലേ? ശരിക്കും പറഞ്ഞാൽ അതൊരു മോൺസ്റ്റർ റൈഡ്. സാർ, അപ്പോൾ ഈ ഹരിയർ EVന്റെ ഷൂട്ട്, അപ്പോൾ ഇതിൽ സാർ ഇപ്പോൾ ഓഫ് റോഡ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടി ഇത്രയും വലിയൊരു ഫീറ്റാണ്. അപ്പോൾ 34 ആംഗിളിൽ വരുന്നതാണ്. ഒരു പേടി അല്ലെങ്കിൽ അതിനെ കുറിച്ച് പ്രാക്ടീസ്, പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ? പ്രിപ്പറേഷൻ എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ എല്ലാ ആഴ്ചയും എൻ്റെ പാഷനാണത്. ഞാൻ എവിടെയൊക്കെ ഒരു 4x4 വണ്ടി കിട്ടിയോ അതെല്ലായിടത്തും കയറ്റി നോക്കാനേ ഞാൻ ശ്രമിക്കുള്ളൂ. അപ്പം പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു സാധനം ഞങ്ങൾ ചെയ്തിട്ടില്ല അതിന് വേണ്ടിയിട്ട്. പക്ഷേ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു നോർമൽ റോട്ടിൽ ഓടാൻ ഉദ്ദേശിക്കുന്ന കാറാണ്. അപ്പോൾ അതിൽ കൂടെ കയറ്റി കൊണ്ടുപോകുമ്പോൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം. അതിന് എൻ്റെ കൂടെ എനിക്ക് ഒന്നല്ലെങ്കിൽ എൻ്റെ കോ ഡ്രൈവർ വേണം, അതല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ അക്കാഡമി നടത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടേലും ആരെങ്കിലും ഒരാൾ വേണമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അവരാണ് എന്നെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുള്ളൂ. ഞാൻ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു, ഞാൻ ഏത് ലൈൻ എടുക്കുന്നു അവർക്ക് നന്നായിട്ട് അറിയാം. ഇവർക്ക് രണ്ടാൾക്കും അറിയാം. അവർക്ക് ഏറ്റവും പെർഫെക്റ്റ് ലൈനുകളും ഏത് ഒരു ബെല്ലി കുറഞ്ഞ വണ്ടിയായാലും ബെല്ലി താഴ്ന്നു നിൽക്കുന്ന വണ്ടിയായാലും അത് കൊണ്ടുപോകാനുള്ള പെർഫെക്റ്റ് ലൈനും അവർക്ക് അറിയാം. അവരുണ്ടായിരുന്നു. അത് മുബഷിർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. എൻ്റെ കോ ഡ്രൈവർ ആ സമയത്ത് കുറെ തിരക്കിലുണ്ടാവും, വന്നില്ല. ഈ മഡേൺ റോക്ക് അക്കാഡമിയിൽ എൻ്റെ പാർട്ട്ണർ ഉണ്ട്, മുബഷിർ, ആളുണ്ടായിരുന്നു. അപ്പം
അപ്പം ആളും എൻ്റെ ക്രൂവിലെ പിള്ളേരൊക്കെ ഉണ്ടായി. ഓക്കെ. ഇവരൊക്കെ കൂടിയാണ് ഞങ്ങൾ ലൈൻ തീരുമാനിക്കുന്നതും ഏത് ലൈനിൽ പോകണമെന്നും നമ്മുടെ സേഫസ്റ്റ് ലൈൻ. കാരണം ഉം. എന്തായാലും അത് ഡേഞ്ചറസ് ആണ്. ഉം. അപ്പോൾ എന്നാലും മാക്സിമം മരിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞങ്ങൾ ആ ലൈനൊക്കെ ഞങ്ങൾ നോക്കി, ആ വണ്ടി എവിടെയൊക്കെ ട്രാക്ഷൻ തരും എന്നൊക്കെയുള്ള ലൈനൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഓടിച്ചത്. ഓക്കെ. പിന്നെ ഓൾ വീൽ ഡ്രൈവ് ആണെന്നും ഇലക്ട്രോണിക്സിന്റെ മുകളിൽ വിശ്വാസമില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അല്ല, അവർ നോക്കിയിരുന്നത് വണ്ടിക്ക് പരിക്ക് പറ്റുമോ എന്ന് മാത്രമേ അവർ നോക്കിയിരുന്നത്. ഓക്കെ. ഓക്കെ. അതും നോക്കേണ്ട ഒരു കാര്യമാണ്. വണ്ടിക്ക് പരിക്ക് പറ്റാതെ അതെ, അതെ. ഷൂട്ട് ഫുള്ള് നേരെ നിൽക്കണല്ലോ വണ്ടി. പിന്നെ വണ്ടി ഒരു സ്ഥലത്ത് പോയി സ്റ്റക്കായി നിന്നു. നോർമൽ മോഡിലിട്ടാ ഡ്രൈവ് ചെയ്തത്. അപ്പോഴാണ് അതിലത്തെ ഒരു ലേഡിയാണ് അവർ ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ശ്രമിക്കാൻ. അങ്ങനെ റോക്ക് റോൾ മോഡ് ഇട്ട് പിന്നെ വണ്ടിക്ക് അത് ഫുള്ള് ഈസിയായി. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അതിലൊരു സ്ലഷ് മോഡ് ഉണ്ട്, വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാം ഈ സാധനമൊക്കെ. അത് വണ്ടി ഭയങ്കര അടിപൊളിയാണ്. ഇലക്ട്രോണിക്സ് ആണ്, ശരിക്കും ഡ്രൈവർക്ക് ഒരു സ്കില്ലും വേണ്ട. വണ്ടി അടി തട്ടാതിരുന്ന വണ്ടി എല്ലായിടത്തും കയറി പോകും. പക്ഷെ ആ സ്റ്റീപ്പ് കയറ്റം ഏറ്റവും ലാസ്റ്റ് തേർഡ് ക്ലൈംബ് ഭയങ്കര ടഫായിരുന്നു. തേർഡ് ക്ലൈംബിൽ താഴെ പോയ റിസ്കി തന്നെയാണ്. ഞാൻ എല്ലാ മീഡിയനോടും അതന്നെ പറഞ്ഞത്. അത് റിപ്പീറ്റേഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അത് ട്രയലല്ല, വാക്കിൻ ട്രക്കിയെ നടത്തി. പിന്നെ ഒറ്റ ഷോട്ടിൽ വണ്ടി മുകളിൽ കയറ്റാന്നുള്ളതാണ്. നടുക്ക് നിൽക്കലൊന്നുമില്ല, നിന്നാ പോയി. അപ്പോൾ അതിനെ വണ്ടി എന്നെ സഹായിച്ചു. വണ്ടിയുടെ മോഡുകൾ അടിപൊളിയാണ്. ഫുൾ ടോർക്ക് വീലിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഇലക്ട്രോണിക്സ് അനാവശ്യമായിട്ട് നമ്മുടെ പവറിനെ കട്ട് ചെയ്യൊന്നുമില്ല. ഒരു ഇന്റർഫറൻസും ഇലക്ട്രോണിക്സിന്റെ സൈഡിൽ നിന്നില്ല. പക്ഷേ ഇലക്ട്രോണിക്സ് വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തരും. വീലിനെ ബ്രേക്ക് ചെയ്ത് മറ്റേ വീലിലേക്ക് പവർ കൊടുത്ത് അതൊക്കെ അടിപൊളിയായിരുന്നു. ഓവറോൾ എനിക്ക് വണ്ടി ഇഷ്ടമായി. ഞാൻ അവരോട് ചോദിച്ചു, അങ്ങനെ ഈ സെറ്റപ്പിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു കോമ്പറ്റീഷൻ വണ്ടി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലിറങ്ങാൻ വേണ്ടി സാറിന്റെ ഈ അക്കാഡമിനെ പറ്റിയിട്ട് എങ്ങനെയാണ്? മഡൻ റോക്ക് ഓഫ് റോഡ് താല്പര്യമുള്ള ആർക്കും എങ്ങനെ ഓഫ് റോഡിൽ ഓടിക്കണം എന്നാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത്. ഓഫ് റോഡ് ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സാധനമായാലും ഇതിൽ ഓരോ ഓബ്സ്റ്റക്കിൾ, എല്ലാ ഓബ്സ്റ്റക്കിളിനെയും നമ്മൾ മാനേജ് ചെയ്യേണ്ട കുറെ രീതിയുണ്ട്. അതാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിപ്പിക്കുക. വെറുതെ ആക്സിലറേറ്റർ സ്റ്റിയറിംഗും വേണ്ട, എല്ലായിടത്തേക്കും തിരിച്ചു വെച്ചാൽ വണ്ടി കയറി നമ്മൾ എവിടെയാണോ ട്രാക്ഷൻ വേണ്ടത് അതൊക്കെയാണ് ഞങ്ങൾ ബേസിക് പഠിപ്പിക്കുന്നത്. അതിങ്ങനെ ഇപ്പം 3 ലെവലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈവൻ അവസാനം വന്നിട്ട് ലെവൽ 3 എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ട്രെയിനിങ് ആണ്. സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ കോമ്പറ്റീഷൻ ഓടിക്കാൻ എങ്ങനെ ഓടിക്കേണ്ടതെന്നും അതിലെ ടാക്ടിക്സും ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ട്രിക്സും ഞാൻ പഠിപ്പിച്ചു. ഞാൻ മറ്റേ സിനിമ പ്രാന്നുള്ള എയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. സജിദ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സജിദ് നല്ലോണം വണ്ടിനെ പുഷ് ചെയ്ത് പുള്ളി അതിന്റെ ഒരു ക്രൈസുള്ള ആളാണ്. അപ്പോൾ എനിക്കൊന്ന് സാറിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇങ്ങനെ പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നില്ല. സെൽഫ് ലേണിംഗ് ആയിരുന്നു കൂടുതൽ. ഞാൻ പലരും കണ്ടാ പഠിച്ചത്. എല്ലാവരും വന്ന് കളിയാക്കാന്നല്ലാതെ ഇന്നതാണ് ടാക്ടിക്സ് എനിക്ക് തോന്നുന്നു അവർക്കും അറിയണ്ടാവില്ല. അതായിരിക്കാം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇന്നതാണ് ഇതിന്റെ ടാക്ടിക്സ് എന്ന് പറഞ്ഞ്. പിന്നെ റാലിക്കാരാണുള്ളത്. ഞാൻ റാലി ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. അപ്പൊ അവര് പഠിപ്പിച്ചെന്ന സാധനങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ കുറെ പഠിച്ചെടുത്ത കാര്യങ്ങളാ. പിന്നെ അതിലും കുറെ ഫിസിക്സ് ഉണ്ട്. അത് ആ ഫിസിക്സും അവരുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പുഷ് ചെയ്ത് നമുക്ക് ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കാശിറങ്ങും എന്നുള്ളൊരു പേടി. വണ്ടിക്ക് വല്ല പരിക്കും പറ്റിക്കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് മിനിമൽ ഡാമേജ് കൊണ്ട് വണ്ടി ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ഫിനിഷ് ആവാറ്. അതുകൊണ്ടാണ് ഞാൻ ട്രാക്കുകളിൽ ജയിക്കുന്നത്. ഞാൻ വണ്ടീനെ വെച്ച് വെട്ടിപ്പൊളിച്ച് ജയിക്കുന്ന ആ മൂഡ് എനിക്കില്ല. എനിക്ക് എന്റെ വണ്ടി തിരിച്ചു വന്ന എന്റെ സ്വന്തം വണ്ടിയാണ്, ഞാൻ എന്നെ നന്നാക്കണം. അപ്പോൾ ഒരു പരിധി വിട്ട് ഇടിക്കും പൊളിക്കും ചെയ്തു കഴിഞ്ഞാൽ ഒരു കമ്പണന്റ് എന്നുള്ളത് 4 കമ്പണന്റ് മാറ്റേണ്ടി വരും. അപ്പോൾ ഞാൻ ആ റിസ്ക് എടുക്കാറില്ല. ഞാൻ എല്ലാവരോടും അത് തന്നെ പറയാറ്, സ്പീഡിൽ ഓടിച്ചിട്ട് കാര്യമില്ല. റാലി ഡ്രൈവിംഗ് അതല്ല. റാലി ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവിട്ട കളിയാണ്. ഹൈ സ്പീഡ് ഡ്രൈവിംഗ് ആണ്. ആ ഹൈ സ്പീഡിൽ എറിഞ്ഞ വണ്ടീനെ തിരിച്ചെങ്ങനെ കൊണ്ടുവരുന്ന റാലി പഠിപ്പിക്കുന്നത്. അത് ഞാൻ പഠിച്ചെടുത്തു. എനിക്ക് നല്ല ട്രെയിനിങ് കിട്ടി. ഫാബിദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ INRC ചാമ്പ്യൻ ഉണ്ട്. ആള് പാലക്കാട്ടുകാരനാണ്. ആളുടെ ട്രെയിനിങ്ങിന് ഞാൻ കോയമ്പത്തൂർ 2 ദിവസം ട്രെയിനിങ് ആയിരുന്നു. അത് പുള്ളി എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു ഡ്രൈവറുടെ ഓടിക്കേണ്ട ലൈനുകൾ അറിയാം, ആകെ പഠിക്കേണ്ടത് ഹൈ സ്പീഡ് മാനുവറിങ് മാത്രമാണ്. അത് എനിക്ക് ആൾ പഠിപ്പിച്ചു തന്നു. 190 കിലോമീറ്റർ എന്നെ കൊണ്ട് ആൾ റാലി സ്റ്റേജ് ഓടിപ്പിച്ചു. അതാണ് ഈ വീഡിയോന്റെ ഫസ്റ്റ് ആ ഒരു ടേണിംഗ് ടീ പ്ലാന്റിലേക്ക്. അത് ഞാൻ പൊളിച്ചു. അയ്യോ, ഇവര് ടാറ്റ എനിക്ക് വണ്ടി കൈവിട്ട് തന്നു. അവര് പറഞ്ഞു മെയിൻ ഷൂട്ട് അതായിരുന്നു, പാറയായിരുന്നു അവരുടെ ഉദ്ദേശം. പിന്നെ അവർക്ക് സ്റ്റൺ ഷോ ആണ് വേണ്ടത്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, നമുക്ക് 3 വണ്ടിയുണ്ട്, ബാക്കപ്പ് വണ്ടിയുണ്ട്, ടയറുണ്ട്, വീലുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് ഇനി വേണ്ടത് സ്റ്റണ്ട് വീഡിയോ ആണ്. വണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ ഫാബിദ് പഠിപ്പിച്ചെന്ന എല്ലാ സാധനവും ഞാൻ ആ വണ്ടിയിൽ പറ്റി. അതൊക്കെ ഫുള്ള് സ്കിഡാ. നിങ്ങൾ സൈഡിൽ നിന്നുള്ള വ്യൂ കാണണം. വണ്ടി ഫുള്ള് പുറത്താ, ലൈനിൽ നിന്ന് പുറത്താ. ടയർ പ്രഷർ കുറച്ച് 20 PSI ഓടിക്കുന്നത്. ഒരിക്കലും വണ്ടി നമ്മുടെ ലൈനിൽ നിൽക്കില്ല. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ എളുപ്പമല്ല. ടയർ പ്രഷർ 20 PSI ടയർ പ്രഷറില്ല ഞാൻ അത് ഓടിച്ചത്. കാരണം പാറയ്ക്ക് വണ്ടി കുറച്ചതാ. പിന്നെ ടയറിൽ ഞങ്ങൾ എയർ അടിച്ചില്ല. കാരണം അതിന് സമയമൊന്നും കിട്ടിയില്ല. ഈവനിങ് ഷൂട്ടുകൾ ഇതായി. 7 ദിവസത്തെ അവസാനം 6ാമത്തെ ദിവസമാണ് പാറയുടെ ഷൂട്ട് കഴിയുന്നത്. 6ാമത്തെ ദിവസവും 7ാമത്തെ ദിവസവും മാത്രമാണ് റോഡ് ഷൂട്ട് ചെയ്യുന്നത്. റോഡും എസ്റ്റേറ്റ് റോഡും. എസ്റ്റേറ്റ് റോഡിൽ നല്ലൊരു സ്ട്രെച്ച് തന്നിട്ട് എന്നോട് പറഞ്ഞു,
നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് ചെയ്തോ. ഡ്രോൺ ഉണ്ടാവും പിന്നാലെ, എല്ലാ കോർണേഴ്സിലും ഞങ്ങളുടെ ക്യാമറ ഉണ്ടാവും. ക്യാമറക്കാരെ ഇടിക്കരുത്. പിന്നെ ഓക്കെ. ബാക്കി എന്ത് സാധനവും ചെയ്തു, ആൾക്കപായമില്ലാത്ത എന്ത് പണിയും ചെയ്തോ. അങ്ങനെ ഞാൻ നല്ലോണം അബ്യൂസ് ചെയ്തു ആ വണ്ടിനെ. ശരിക്കും എനിക്ക് ആ വണ്ടി ഇമ്പ്രസ്ഡ് ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നല്ലൊരു ജമ്പ് റാലി കാർ. ഞാൻ ഫാബിദിന്റെ കൂടെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ എനിക്കൊരു ജമ്പ് ഒന്നും എടുക്കാൻ കിട്ടിയിട്ടില്ല, ചെറിയ ജമ്പുകളെ വന്നു. നല്ല ഹൈറ്റിൽ ജമ്പ് ചെയ്ത് താഴേക്ക് വീഴുമ്പോഴാണ് വണ്ടിയുടെ ഇമ്പാക്റ്റും വണ്ടിയുടെ ലോഡും അറിയാം. വണ്ടിയുടെ സസ്പെൻഷൻ എത്ര ലോഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ജമ്പ് കിട്ടി, നല്ലൊരു 3 അടി 4 അടി ഹൈറ്റിലൊരു ജമ്പ് കിട്ടി. ആ ജമ്പ് വീഡിയോയിൽ ഇട്ടില്ല. ശരിക്കും എയറിലാക്കി ഞാൻ. എയറിലാക്കി വന്ന് നിലത്ത് ലാൻഡ് ചെയ്ത് റിയർ വന്ന് അടിച്ച് ഫുള്ള് ലൈനിൽ നിന്ന് വണ്ടി കൺട്രോൾ പുറത്ത് പോയി. അവിടെ എന്ത് ചെയ്യണം എന്ന് അവൻ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ സാധനം ഞാൻ ചെയ്ത് വണ്ടി തിരിച്ചു വന്നു. സ്റ്റേബിൾ ആണ്. സൂപ്പർ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഒരു 120 കിലോമീറ്ററിൽ ഞാൻ കൊണ്ടുപോയി അടിച്ചിട്ടുണ്ട് വണ്ടിനെ. ഒന്നും പറ്റിയിട്ടില്ല. പൊട്ടിച്ചു, ഞാൻ ടയർ പൊട്ടിച്ചു. 3 കല്ലുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ മറ്റേ ഫിസിക്സ് പഠിക്കുമ്പോൾ ചില ആൾക്കാർ ട്രെയിനിങ് കിട്ടുമ്പോൾ അറിയാം, എന്താണ് ടാർഗറ്റ് ലോക്കിംഗ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടുന്നുണ്ട്. ടാർഗറ്റ് ലോക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ബൈക്ക് ഓടിക്കുമ്പോൾ പറയും, നമ്മൾ ചില സമയത്ത് ചില കോർണറുകൾ എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം നമ്മുടെ മനസ്സിൽ ഉടക്കി കഴിഞ്ഞാൽ പിന്നെ വണ്ടി അതിലേക്ക് പോകും. നമ്മൾ എപ്പോഴും എക്സിറ്റിലേക്കാണ് നോക്കേണ്ടത്. അങ്ങനെ ടാർഗറ്റ് ലോക്കിംഗ് എൻ്റെ അടുത്ത് സംഭവിച്ചു അവിടുന്ന്. അതായത് ഞാൻ ഒരു ആ കല്ല് അവോയ്ഡ് ചെയ്താൽ എനിക്ക് ഒരു പരിക്കില്ലാതെ ഓടിക്കാൻ അറിയാം. പക്ഷെ എന്റെ മനസ്സിൽ ആ കല്ല് തന്നെ അങ്ങോട്ട് ലോക്കായി പോയി. കറക്റ്റ് ആ കല്ല് കൊണ്ട് അടിച്ച് ടയർ പൊട്ടിച്ചു. 3 ടയർ പൊട്ടിച്ചു. അവരുടെ അടുത്ത് സ്പെയർ ഉണ്ടായിരുന്നു, അവർ ഓടിക്കാൻ. അതായത് ആ ടയർ പൊട്ടണ വണ്ടി അങ്ങ് മാറ്റിയിടും, അടുത്ത വണ്ടി തരും, ഓടിച്ചോളാൻ പറയും, അതിന്റെ ടയർ പൊട്ടും. അങ്ങനെ 3 ഒഫീഷ്യൽസ് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, അതായത് 100 EVs ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തിട്ട് പ്ലാന്റിൻ്റെ ഉള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ടെസ്റ്റിങ്ങും ഇംപ്രവൈസേഷനും കുറേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓൺ റോഡിൽ ഇറങ്ങുമ്പം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും കസ്റ്റമർ യൂസ് ചെയ്തതിന് ശേഷം ഉണ്ടാകാൻ പാടില്ല എന്ന് ഭയങ്കര ഇമ്പോർട്ടൻസിലാണ് അതിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ സാറിന് എങ്ങനെയാണ് ഇപ്പം കേരളത്തിലെ ഒരു SUV മാർക്കറ്റ്, അതായത് ഇപ്പം ആൾക്കാർ കൂടുതലും കൺസിഡർ ചെയ്യുന്നത് SUVs ആണ്. ഏറ്റവും പറ്റിയ വണ്ടി SUVകളാണ്. മുന്നേ ഒരു സെഡാൻ അല്ലെങ്കിൽ ഹാച്ച് ബാക്കിലേക്ക് പോരുന്ന എല്ലാ ആൾക്കാരും ഒരു SUV ഡ്രീം ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ പല ഡ്രീമായി മാറിയതല്ല, നമ്മുടെ ക്ലൈമാറ്റിക് സിറ്റുവേഷൻ അങ്ങനെ ഏത് കാലത്ത് ഫ്ലഡ് വരാൻ ആർക്കും പറയാൻ പറ്റണില്ല. അവിടെ SUV ആണെങ്കിൽ കുറച്ചുകൂടി എങ്ങനെയൊക്കെ കാര്യം പോവാം. മൾട്ടിപ്പിൾ റോഡ് നല്ലതല്ല, കുഞ്ഞു കാറുകൾ റോഡിൽ കൂടെ സ്പീഡിലൊക്കെ ഓടിച്ചാൽ വേഗം നാശമാവും. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ EVയിൽ എനിക്ക് എന്താണ് മറ്റേ വണ്ടി ചൂസ് ചെയ്യാൻ, നിങ്ങളുടെ കുഞ്ഞു വണ്ടി ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഹരിയർ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം ടയർ വലുതാണ്, സസ്പെൻഷൻ നല്ലതാണെന്നുള്ളതാണ്. ഹരിയർ അല്ല, സോറി, നെക്സോൺ EV ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ആ വണ്ടിനെ നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട്. റഫ് റോഡായിരുന്നു ഞാൻ പോണത്, അതിൽ കൂടെ ഒക്കെ നല്ല സ്പീഡിൽ അതിന്റെ സസ്പെൻഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ആകെ എന്റെ EV എന്നുള്ള ഇൻഫ്രാസ്ട്രക്ചർ യൂസേജുമായിട്ട് ഒരു റേഞ്ചും ഉണ്ട്. റേഞ്ച് ഒരു 500 കിലോമീറ്റേഴ്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്രയും വലിയ വണ്ടിയൊന്നും ആൾക്കാർ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് ഉപയോഗിക്കും. ചിലപ്പോൾ ഉപയോഗിക്കായിരിക്കും. വലിയ വണ്ടിയാണ്, ആ വണ്ടി കയ്യിലുണ്ട്, ഒരു ശരിക്കും ഒരു എന്തൂസിയാസ്റ്റ് ആണ്. ഞാൻ ഓടിക്കുന്ന സാധനം എന്നും എൻജോയ് ചെയ്യണം എന്നുള്ള ആൾക്കാർ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് ചിലപ്പോൾ അതെടുക്കും. ഡെയിലി കമ്മ്യൂട്ടിങ് ആ ഒരു വീഡിയോ ഇറങ്ങി വിത്തിൻ 2-3 ഡേയ്സ് തന്നെ നമുക്ക് ഓൾറെഡി 100 ബുക്കിംഗ്സ്. ബുക്കിംഗ്സ് എന്റെ വഴി തന്നെ. എന്റെ ഫ്രണ്ട്സ് തന്നെ, എനിക്ക് അറിയാവുന്നവർ എന്നോട് ആദ്യം ചോദിച്ചു, നിന്റെ വീഡിയോയുടെ പേരിലാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഞാൻ പറയും, ഞാൻ അവരോട് പറയും, ഇന്ന രീതിയിലൊക്കെ ഉപയോഗിച്ച വണ്ടി വേർത്താണെന്ന് പറയും. സോ എന്താണ് ഒരു EV പറയാം സാർ, ഒരു ഡീസൽ ലവർ ആയിരിക്കാം, ഒരു ഓഫ് റോഡർ ആകുമ്പോൾ. ഒരു സംശയമില്ല, ഞാനൊരു ഡീസൽ EVയോട് എനിക്ക് ഇഷ്ടമാണ്. EV നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം, എന്റെ കാലെങ്ങനെ വർക്ക് ചെയ്യണോ ആ സാധനം വീലിൽ കണ്ടു കഴിഞ്ഞാൽ അത് എനിക്ക് ഇഷ്ടമാണ്. അത്ര ടോർക്കിയാണ്. EV ഡീസലിനെക്കാളും ഇൻസ്റ്റന്റ് ടോർക്ക് എന്നുള്ള വേറെ ഒരു സാധനം റിഡക്ഷൻ വരാനില്ല. ഉള്ള പവർ ഫുള്ള് വീലിലേക്ക് അങ്ങ് വരും. അത് ഓഫ് റോഡിങ്ങിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള സാധനമാണ്. ഇപ്പൊ ഡക്കർ റാലി കഴിഞ്ഞ കൊല്ലം വിന്നർ EV-യാ, ഓഡിയാണ്. ടാറ്റയ്ക്കൊക്കെ ഇറങ്ങിയാൽ വേണമെങ്കിൽ ശ്രമിക്കാം. ഓഡി ക്യൂട്രോൺ ആണല്ലോ കഴിഞ്ഞ വർഷം. ഈ വർഷമല്ല, ഈ വർഷം ഒരു ടൊയോട്ടയാണ്. അതിന്റെ മുമ്പത്തെ വർഷം മറ്റേ ആള് വിൻ ചെയ്തത് EV-യിലാണ്. ഓഡി ക്യൂട്രോൺ. ഇൻസ്റ്റന്റ് ടോർക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര അടിപൊളിയാണ്. സോ വൺ തിങ് അബൌട്ട് ഹാരിയർ EV എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു കാര്യം പറഞ്ഞാൽ ഒരു കാര്യം എന്നല്ല, എനിക്ക് അതിൽ ഒരുപാട് കാര്യം ഇഷ്ടമായി. ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമായി. എല്ലാ ഫീച്ചേഴ്സും, എല്ലാ സാധനവും പുതിയതാ. സ്ക്രീനൊക്കെ എന്താ രസം എന്നറിയോ? സ്ക്രീൻ, സ്റ്റീരിയോ, 10 സ്പീക്കർ, 560 ഡിഗ്രി ക്യാമറ, നമ്മുടെ വീലൊക്കെ തട്ടിക്കാതെ കൊണ്ടുപോകാം. അതായത് വീലിൽ വരെ ഫോക്കസ്ഡ് ആ ക്യാമറ. ഈ 360 ഈ ബാക്കിലെ ക്യാമറ അല്ലേ, ഇത് എല്ലാത്തിനെയും കവർ ചെയ്യും. എല്ലാ വ്യൂവും സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അണ്ടർബോഡി ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ക്യാമറയുടെ വ്യൂ സ്റ്റിച്ച് ചെയ്യാം. പക്ഷെ അടിപൊളിയാ. ഈ വീഡിയോയിലുണ്ടല്ലോ ക്ലൈംബിംഗ് ടൈമിൽ അത് വെച്ച് ഓടിക്കാൻ അവരെന്നോട് പറഞ്ഞു, അത് ഭയങ്കര എഫിഷ്യന്റ് ആയിരുന്നു. കാരണം ഒരു അനിമേഷൻ പോലെ തോന്നുമെങ്കിലും സാധനം അടിപൊളിയാണ്. സോ ടാറ്റ മോട്ടോഴ്സിനെ പറ്റിയിട്ട് സാറിന്റെ ഒരു
മൂവിങ് ഫോർവേഡ് കാരണം ഒരുപാട് പാൽട്രോസ് നമ്മൾ ടാറ്റ ലോഞ്ച് ചെയ്തു. ഇപ്പം മഹീന്ദ്ര ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇറക്കിയപ്പം ഉം. ഞാൻ വിചാരിച്ച് ടാറ്റ ഇതോടുകൂടി പൊളിഞ്ഞു പോയിന്നാ. ഉം, 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 ഉം. അത് എനിക്ക് കോളൊക്കെ വരുന്നതിന് മുമ്പ് ആ. B6ഉം B9ഉം മഹീന്ദ്ര ടാറ്റനെ കൊന്നു കളയുന്ന വിചാരിച്ചാ. ടാറ്റയ്ക്ക് ഇനി Okay. EV-യിൽ ഒരു ഫ്യൂച്ചർ ഇല്ലാന്നാ ഞാൻ വിചാരിച്ചത്. ആ. അതിന്റെ കൂടെ നെക്സോണിനെ കില്ല് ചെയ്യാൻ വേണ്ടി നെക്സോണിന്റെ അതേ മാർക്കറ്റിൽ വിൻസർ അതേ വിലക്ക് ഇറക്കി. അതെ, അതെ, അതായത് ഇവരെക്കാളും ചീപ്പറാക്കി ഇറക്കി. അതാണ് ഉം, 20 ഉം, ലക്ഷം ഉം. രൂപയ്ക്ക് നെക്സോൺ ഇറക്കിയപ്പോൾ. അതെ, അതെ. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ച് ടാറ്റയുടെ ഫ്യൂച്ചർ ഇല്ലാണ്ടായി എന്ന് വിചാരിച്ചു. പക്ഷേ ടാറ്റ ഈസ് വർക്കിംഗ് ഹാർഡ്. ഞാൻ നെക്സോൺ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 12.49 മുതലാണ്. ആൻഡ് അത് ഒരുപാട് മറ്റ് മാർക്കറ്റിലെ മറ്റ് ഈ ചൈനീസ് വണ്ടികൾ വരുന്നതാണ് ഈ പ്രശ്നം. ഈ പറഞ്ഞ ഉം. ചൈനീസ് മാനുഫാക്ചർഡ് വണ്ടികൾ വരുമ്പോൾ അതെ, അതെ. അവർക്ക് എന്തായാലും ചീപ്പറായിട്ട് കൊടുക്കാൻ പറ്റും. കറക്റ്റ്. ഇന്ത്യൻ ഈ ബ്രാൻഡ് പ്രൈസ് ഭയങ്കര ഒരു പ്രശ്നമാണ്. പിന്നെ ആൾക്കാർ കമ്പയർ ചെയ്യാൻ പോണത് ചിലപ്പോൾ B6ഓ B9ഓ ആയിട്ടായിരിക്കും. സാറിൻ്റെ ഒരു നെക്സ്റ്റ് കാർ ബൈ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് കാർ ബൈ എന്നോട് എല്ലാവരും ചോദിച്ചു, കാശില്ല ഒന്ന് വാങ്ങിക്കാൻ. കാറ് വാങ്ങിക്കും. കാരണം എനിക്കൊരു സത്യം പറഞ്ഞ ഫാമിലിക്ക് ഒരു വലിയ വണ്ടി വേണം. ഞാനിപ്പോൾ ജിമ്നി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ജിമ്നി ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്. പിന്നെ ഫ്യൂൽ എഫിഷ്യൻസിയിൽ ജിമ്നി, അത് എനിക്ക് ഒരു വണ്ടി ആ സമയത്ത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു ഹോസ്പിറ്റലിൻ്റെ പണി നടക്കണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ ആയിട്ട് ഞങ്ങൾ ഒന്ന് പുതിയ ഞങ്ങളുടെ മുന്നോട്ട് ഫ്യൂച്ചർ നമ്മൾ നോക്കണമല്ലോ. അങ്ങനെയാണ് ഞാൻ നെക്സോൺ കൊടുത്ത് ജിമ്നി എടുത്തത്. പക്ഷേ അത് മണ്ടത്തരായി ഒരു തരത്തിൽ. ഇപ്പം എനിക്ക് ഓട്ടമില്ല. അത് ഓട്ടം വരുമ്പോൾ ഒരു വലിയ വണ്ടി വേണം എന്നാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒന്ന് എടുക്കും. ഓക്കെ, ടാറ്റ ആവട്ടെ എന്തായാലും. സോ താങ്ക് ടാറ്റ യു സാർ. ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ടാറ്റ ആവട്ടെ, ടാറ്റ ഹാരിയർ EV തന്നെ ആവട്ടെ. ഞാനൊരു ഓഫ് റോഡർ ആയപ്പോൾ 4x4 വണ്ടിയാണ് എനിക്ക് താല്പര്യം. ഞാൻ നോക്കട്ടെ. ഓക്കെ സാർ, താങ്ക് യു. Thank you. ഫോർ